കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. LDF സർക്കാർ അധികാരത്തിലേറിയെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനോ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തൊഴിലാളി വർഗ്ഗത്തോട് നീതി പുലർത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോടിപ്പോൾ സംസാരിക്കുന്നത് BMSന്റെ സംസ്ഥാന സെക്രട്ടറി KV മധുകുമാറാണ്. ജനങ്ങൾ പല പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തൊഴിലാളി വർഗ്ഗത്തോടും ഈ LDF സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഒരു നീതിയും പുലർത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിലെ തൊഴിലാളികളോട് യാതൊരു തരത്തിലുള്ള നീതിയും പുലർത്തിയിട്ടില്ല. ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ തൊഴിലാളികളും സാധാരണക്കാരും സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം പറഞ്ഞ വാക്കുകളൊന്നും ഈ ഗവൺമെൻറ്റിന് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായൊരു സംസ്ഥാനമായി കേരളം മാറി. ഇന്ന് ദേശീയ തലത്തിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം അനുഭവപ്പെടുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതത്തിനെ ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നൊരു സംഭവമാണ്. ആ ക്ഷേമ പെൻഷനുകൾ അടിക്കടി മുടങ്ങുകയാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ പെൻഷൻ ഏതാണ്ട് 13 മാസത്തെ കുടിശ്ശികയുണ്ട്. ആനുകൂല്യങ്ങൾ ഏതാണ്ട് 2.5-3 വർഷമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ അത് സാധാരണക്കാരോടുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. അത് കൃത്യമായിട്ട് ഗവൺമെൻറ് കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ജീവിത ചെലവുള്ളൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഇന്ന് 15,000 രൂപയോ 16,000 രൂപയോ മാത്രമാണ് മിനിമം വേതനം. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, ഈ ഭരിക്കുന്ന ഗവൺമെൻറ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ സമരം നടത്തി. ആ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേരളത്തിൽ രാജ്യവ്യാപകമായി 27,900 രൂപ മിനിമം വേതനം പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കേരളത്തിൽ ഈ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പോലും 27,900 രൂപ മിനിമം വേതനം പ്രഖ്യാപിച്ചിട്ടില്ല. ഏറ്റവും രൂക്ഷമായ ജീവിത ചെലവുള്ളൊരു സംസ്ഥാനം കേരളം ആയതുകൊണ്ട് കേരളത്തിൽ 27,900 രൂപ മിനിമം വേതനം പ്രഖ്യാപിക്കേണ്ട നടപടി സ്വീകരിക്കണം. അതാണ് ഞങ്ങളുടെ മറ്റൊരു ആവശ്യം. മാത്രമല്ല, കേരളത്തിൽ പരമ്പരാഗത വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലാണ്. കശുവണ്ടി മേഖല, കയർ മേഖല, കൈത്തറി മേഖല, കള്ളിയത്ത് വ്യവസായ മേഖല, കേരളത്തിലെ ചുമട്ടുതൊഴിലാളികൾ അവരൊക്കെ തന്നെ പട്ടിണിയും പരിവട്ടത്തിലുമാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയും ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. താരതമ്യേന വലിയ പ്രയാസമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സംസ്ഥാന സർക്കാർ ജീവനക്കാരും അവരും വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ ശമ്പളത്തിൻ്റെ 5-1 ഭാഗം ഇന്ന് അവർക്ക് നഷ്ടപ്പെടുകയാണ്. അവർക്ക് കൃത്യമായ സമയങ്ങളിൽ ശമ്പള പരിഷ്കരണം നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവരുടെ ശമ്പള പരിഷ്കരണം സമയത്ത് നടക്കുന്നില്ല. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള പേ കമ്മീഷൻ പ്രഖ്യാപിക്കപ്പെടുന്നില്ല. അവർക്ക് 15-16% DA കുടിശ്ശികയാണ്. അവർക്ക് ലീവ് സറണ്ടർ അനുവദിക്കുന്നില്ല. ലീവ് സറണ്ടർ അനുവദിക്കുന്നത് തന്നെ അവർക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ PF-ൽ ലയിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ രൂക്ഷമായ പ്രശ്നം നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് കേരളത്തിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്രമസമാധാന പ്രശ്നം. അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പോലീസ് രാജാണ്. ഇന്ന് കേരളത്തിൽ പോലീസുകാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്ക് വഴിയിലിറങ്ങി സ്വതന്ത്രമായി നടക്കാനോ നമുക്കൊരു പ്രയാസമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കാനോ ഇന്ന് പറ്റില്ല. കാരണം ധൈര്യമായി പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് എത്തരത്തിൽ നമ്മളോട് പെരുമാറുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇന്നിപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ CCTV ക്യാമറകൾ അതിൻ്റെ ദൃശ്യങ്ങൾ മുഴുവൻ പരസ്യമാക്കിയാൽ കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷനുണ്ടോ അത്രയും അതിൽ കൂടുതൽ കസ്റ്റഡി പീഡനങ്ങളുടെ കഥ പുറത്തു വരും. ഒരു കുന്നംകുളത്തോ ഒരു അടൂരോ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇന്ന് വളരെ ഭയാനകമായ സ്ഥിതിയിലേക്ക് കേരളത്തിലെ പോലീസ് സേന മാറിക്കൊണ്ടിരിക്കുക. പോലീസ് സേനയിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വളരെ ഭീകരമായ പ്രശ്നങ്ങളാണ് കേരളത്തിൽ. അതിൻ്റെ 25 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BMSൻ്റെ ഈ പദയാത്രകൾ നടക്കുന്നത്. ഈ പദയാത്രകൾ 1ാം ഘട്ട പ്രക്ഷോഭമാണ്. അത് സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 14 വരെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടക്കും. അതിനുശേഷം മേഖലാതലത്തിലും ജില്ലാതലത്തിലും ഒക്കെ പരിപാടികൾക്ക് ശേഷം സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി ആ ഘട്ടം അവസാനിക്കും. പക്ഷേ അതിനുശേഷവും ഗവൺമെൻറ് ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്നില്ലെങ്കിൽ തുടർന്നും നിരന്തരമായ പ്രക്ഷോഭങ്ങളിലേക്ക് BMS കടക്കും. ഇതിനൊരു അറുതി വരുത്തിയേ പറ്റുള്ളൂ. ഇതൊരു സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. BMSന് ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല. BMS രാഷ്ട്രീയം നോക്കാതെ എക്കാലത്തും സമരം ചെയ്യുന്ന സംഘടനയാണ്.
അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരിക്കുമ്പം ആ ഗവൺമെൻറ്റിനെതിരെയും BMS സമരം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടല്ല, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ആ ഭരിക്കുന്ന ഗവൺമെൻറ് നിലപാടുകൾ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും എതിരാണെങ്കിൽ അതിനെതിരെ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് BMSൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രക്ഷോഭങ്ങൾ മുഴുവൻ നടക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വലിയ രീതിയിലുള്ള വിലക്കയറ്റം, സാധാരണക്കാർക്ക് കൃത്യമായ രീതിയിൽ പെൻഷൻ ലഭിക്കുന്നില്ല. ഇതൊക്കെ കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ച് സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഈ സമൂഹത്തിൽ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.